എന്താ ഉണ്ണി? ആ ഒരു ബോർഡ് ഉണ്ടാക്കി തരുമോ? എന്തിനാ ഉണ്ണി ബോർഡ് ഇപ്പോ? അറിയാനാണോ? എവിടെ പുണ്ണി വരഞ്ഞിരുന്നപ്പോ? അവിടെ 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 എന്തിലാ വരണേ? വൈറ്റ് ബോർഡില്. വൈറ്റ് ബോർഡ്? അവിടെ വൈറ്റ് ബോർഡ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇതോ? ഇത് കടയിലെ കബോർഡിന്റെ വേസ്റ്റ് അല്ലേ ഉണ്ണി ഇതൊക്കെ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് എന്തുകൊണ്ട് ഇതിലൊക്കെ നിറയെ അഴുക്കുള്ളതാണുള്ളത്? ഓക്കെ ഉണ്ണി, ക്ലീൻ ചെയ്യാല്ലേ? വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാല്ലേ? ഓക്കെ, എന്നുവെച്ചാൽ അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ എവിടെ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഉണ്ണിക്ക് ഇത് റെഡിയാക്കി തരാം കേട്ടോ. എന്തായാലും പഴയ സാധനങ്ങളോ കബോർഡിന്റെ ബാലൻസ് സാധനങ്ങളൊക്കെ അതിലുണ്ടോ? ശരി, വാ നോക്കി നോക്കാം. പൊട്ടിയിട്ടില്ലേ? ഫുള്ള് കുപ്പുള്ളോ? ആ ബീഡിങ്ങും കണ്ടിക്കണ്ടതൊക്കെ ഉണ്ടല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? ഓക്കെ, വൈറ്റ് ബോർഡിനെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഓക്കെ കുട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്തിരുന്നേ? സ്കേറ്റിംഗ് ഓടിക്കണ്ടായിരുന്നു? ഇപ്പം എന്താ പെട്ടെന്ന് വരയാൻ തോന്നിയേ? ആണോ? ശരി, തുടയ്ക്കാനാണോ? ഇപ്പോൾ തുടയ്ക്കണ്ട, നമുക്ക് അതിൻ്റെ സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ തുടച്ചാൽ പോരെ? ആണോ? അങ്ങനെ ഓക്കെ. എവിടെ നിന്ന് റബ്ബ് ചെയ്യുന്ന സാധനങ്ങൾ വേണ്ടണോ ഉണ്ണി? അഴുക്കൊക്കെ പോവും. ഓക്കെ ബേബി, എന്നാ വെള്ളം തുറന്നിട്. കുപ്പുണ്ടായില്ലേ? ഓക്കെ. കഴിയോ പെട്ടെന്ന്? കഴിഞ്ഞല്ലോ മുത്തേ, കുറച്ചും കൂടി ഉള്ളൂ അല്ലേ? ഓക്കെ കുട്ടി. മുത്തേ ഫുള്ളായിട്ട് തുടച്ചു കഴിഞ്ഞോ? വൃത്തിയാക്കിയോ? കുറച്ചും കൂടി ഉണ്ടോ? സോറി കുട്ടി. ബോർഡർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 4 പുറം എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്യണം. ബിഗ് ടാസ്ക് ആണ്, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്. സോ അതിൻ്റേതായ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് കട്ട് ഇറ്റ്. നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും ആ അളവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. മാർക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ആ ഷബ്ലേഡോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ബോർഡർ ഫിക്സ് ചെയ്യാൻ പറ്റും. ഉണ്ണി ചെയ്യണം, അച്ഛൻ ചെയ്യാതെ. നമ്മൾ അത് 2 പീസായി കട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഫ്രെയിം ഫിക്സ് ചെയ്യണം. അതിന് റിവിറ്റില്ല. റിവിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബീഡിങ് കറക്റ്റായിട്ട് നിൽക്കുമായിരുന്നു. നോക്കട്ടെ, എന്തെങ്കിലും ഒന്ന് സൊല്യൂഷൻ കണ്ടെത്താം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അതായത് ഏകദേശം രൂപം ഇതാണ്. ഇതിൻ്റെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. ഹെഡ് ക്ലാമ്പും അതിലേക്ക് വേണ്ട ഒരു 8 സ്ക്രൂ ഡ്രൈവറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. ഇതിനൊക്കെ ചെറുതായിട്ട്. അങ്ങനെ നമ്മുടെ ബോർഡ് പൂർത്തിയായിരിക്കുന്നു. മുത്തിനും കുട്ടികൾക്കൊക്കെ, മുത്തിന്, അച്ചുവിന്, കുഞ്ഞിപ്പെണ്ണ് എല്ലാവർക്കുമുള്ള ബോർഡാണ് നമ്മൾ റെഡിയാക്കുന്നു. അതിൻ്റെ സൈഡ് കോർണറുകളും എല്ലാം സെറ്റാക്കി. അത്യാവശ്യം കുട്ടികൾക്ക് ഇനി മാർക്കർ ഉപയോഗിച്ച് എഴുതാം. പിന്നെ ഒരു ഡസ്റ്ററും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. ഫൈനലി വി ഡൺ ഇറ്റ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ മുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, പക്ഷെ പെന്ന് ഇവിടെ പോരല്ലോ, തെളിയുന്നില്ലല്ലേ മുത്തേ? നമുക്ക് പുതിയ മാർക്കർ വാങ്ങിത്തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോർഡ് കുട്ടികൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. യൂസ്ഫുൾ അല്ലേ? ഓക്കെ,
മുത്തുക്കുട്ടി ഫുൾ ബിസിയാണ് കേട്ടോ. നമ്മുടെ ബോർഡ് റെഡി ആയതിനു ശേഷം അവൾ ഫുൾ തിരക്കിലാണ് അല്ലേ മുത്തേ? എന്തൊക്കെയത്? എല്ലാം ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ചണ്ടായിട്ടുണ്ടല്ലോ. ഇനി ഉണ്ണി ചുമരിലൊന്നും വരരുത് കേട്ടോ.